ഇന്ന് നമുക്ക് ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്താലോ? അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോളിഫ്ലവർ ആണ്. നമുക്കിത് നേരാക്കിയിട്ട് വരാം. ആദ്യം ഇതിൻ്റെ ഇലയൊക്കെ കളഞ്ഞ് നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇനി നമുക്കിതൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് വരണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിക്കാൻ വെക്കാം. തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നേരാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവാണ്. 1.5 കപ്പ് കോൺഫ്ലോർ വേണം. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 നാരങ്ങയുടെ നീര്. പിന്നെ അതിലേക്ക് ചെറിയ അളവിൽ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒട്ടും കൂടിപ്പോവാൻ പാടില്ല. ഇനി നമുക്ക് നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ വെള്ളം കളഞ്ഞ് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മാവും കോളിഫ്ലവറും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഒന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റി വയ്ക്കണം. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കോളിഫ്ലവർ നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് കോരി ഒരു പേപ്പറിലോട്ട് മാറ്റാം. എണ്ണ ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പേപ്പറിലോട്ട് മാറ്റുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല വറുത്തിട്ട് ഗാർണിഷ് ചെയ്യാനിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്